ഹലോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് കണ്ണേട്ടൻ നമ്മുടെ കുക്കുവിൻ്റെയും ചക്കിയുടെയും കൂടൊന്ന് ചെറുതാക്കുക കേട്ടോ. കുക്കും ചക്കിയും നമ്മുടെ തത്തകളാണ് കേട്ടോ. അവരുടെ കൂടുണ്ടല്ലോ വളരെ വലിയ കൂടായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് അവരെ കൂട്ടിലിരുന്നിട്ട് അവർ തമ്മിലുള്ള അങ്ങോട്ട് മിങ്കിളിങ് ശരിയാവുന്നില്ലെന്ന് തോന്നുക. അവർ തമ്മിൽ സ്നേഹമൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ സ്നേഹം കൂടാൻ വേണ്ടിയിട്ടേ ഞങ്ങളെ കൂട് കുറച്ച് ചെറുതാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ണേട്ടൻ അതിൻ്റെ പണിപ്പുരയിലാണ്. ഇത് കണ്ടോ, ഇത് അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ശരിക്കും നമ്മളൊരു 3-4 ദിവസം വീട്ടിലില്ലെങ്കിലും ഇതിനകത്ത് വെള്ളവും പിന്നെ അവരുടെ ഫുഡും ഇതിലിട്ടിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾ പെട്ടെന്ന് പണിയൊക്കെ തീർക്കുന്നുള്ള മട്ടിൽ രണ്ടുപേരും ടി വിയുടെ മുകളിൽ കയറി ഞെളിഞ്ഞിരിക്കുക കേട്ടോ. നന്ദു ചക്കിയെ കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുവാണേ. പക്ഷെ അവൾ അങ്ങനൊന്നും ഇറങ്ങുന്ന ആളല്ല. അവൾ കുറച്ച് കില്ലാടിയാണ്. പക്ഷെ നമ്മുടെ കുക്കു പാവമാണ് കേട്ടോ. രണ്ടുപേരെയും പുറത്തിറക്കുമ്പോഴുണ്ടല്ലോ ചക്കി എങ്ങോട്ട് പോയാലും ഇവൻ നോക്കും. ഇനി കണ്ടില്ലെങ്കിൽ അവനിരുന്ന് ഒച്ച വെക്കും. അത്രയും ഭയങ്കര കരുതലാണ് കേട്ടോ. കുക്കു ഓൾറെഡി കൂടിൻ്റെ മുകളിൽ പറന്ന് വന്നിരുന്ന വെയിറ്റിങ്ങിലാണ്. ചക്കി പോണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക. അവസാനം കയറി കേട്ടോ. കണ്ടിട്ട് രണ്ടാൾക്കും ആകെ ഒരു കൺഫ്യൂഷൻ, ഞങ്ങളുടെ കൂട് ഇതിലും വലുതായിരുന്നല്ലോ എന്ന്. രണ്ടുപേരും ചുറ്റുവട്ടമൊക്കെ നന്നായിട്ട് പരിശോധിക്കുന്നുണ്ടേ. കലച്ചേച്ചി രണ്ടുപേരെയും കൂട്ടി കെട്ടാനുള്ള ശ്രമത്തിലാണ്. കുക്കുവിനെയാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവന് പാവം ഒരു കൂട്ടില്ലല്ലോ എന്ന്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ തേടി പിടിച്ച് ചക്കിയെ കൊണ്ടുവന്നത്. പക്ഷേ ഇവളങ്ങനെ പെട്ടെന്ന് മെരുങ്ങുന്ന ആളൊന്നും അല്ലായിരുന്നു കേട്ടോ. ആദ്യകാലങ്ങളിൽ എപ്പോഴും അവനോട് അടി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഓക്കെ ആയി വരുന്നുണ്ട്. എന്നാലും ഞങ്ങളെപ്പോൾ നോക്കുമ്പോഴും മെയിൻ വഴക്കുണ്ടാക്കുന്നത് ഇവളാണ് കേട്ടോ. ഇവർക്കിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഇവരെ കൂട്ടി കയറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. നന്ദുവും കൂടെ തന്നെ ഉണ്ട് സഹായത്തിന്. ഇവരിങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഒരു ഹോബിയാണ് കേട്ടോ. കുക്കു ഇങ്ങനെ ചുറ്റും പരിശോധിച്ച് നോക്കുവാണേ. അവൻ ആ കൂടിൻ്റെ മുകളിലും താഴെയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ കുറേ വ്യത്യാസങ്ങൾ, കൂടിൻ്റെ നീളവും വലിപ്പവും ഒക്കെ കുറഞ്ഞ പോലെ ഒരു ഫീല്. അവൻ ആകെ കൺഫ്യൂഷനിലായ പോലെ ആയി കേട്ടോ. അങ്ങനെ ചക്കി എന്തായാലും കൂട്ടി കയറി. എപ്പോഴും ചക്കി കൂട്ടി കയറി കഴിഞ്ഞാൽ കുക്കു കയറാറുള്ളൂ കേട്ടോ. അവനിങ്ങനെ അവിടെ എല്ലാം ചുറ്റിപ്പറ്റി നടക്കും. ഇനിയിപ്പോൾ എന്തായാലും ചക്കി കയറിയ സ്ഥിതിക്ക് ഞാനും കയറിയാക്കെന്നുള്ള മട്ടിൽ അവനും കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി ഇതുപോലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബായ്.